ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയത് കഴിഞ്ഞ 10 വർഷം നടത്തിയിരുന്നു എന്നുള്ള ഓർമ്മയുണ്ടോ? അല്ലാണ്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം വ്യാപാരം തുടങ്ങിയവരല്ലല്ലോ ഇവരാരും അല്ല. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ കേരളത്തിൽ വ്യാപിച്ചിരുന്ന ഒരു മഹാവിപത്തിന് ഒരു ശതമാനമെങ്കിലും, ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല. അർജുനായെങ്കിൽ പോസ്റ്റ് ഇട്ടിരുന്നത്, അർജുനായെങ്കിൽ പിടിച്ചില്ലല്ലോ പിണറായിയുടെ കാലത്ത്, ഇപ്പോഴല്ലേ പിടിച്ചേ. യൂത്ത് കോൺഗ്രസ്സുകാരൻ മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനെ പിണറായിക്ക് പിടിക്കായിരുന്നല്ലോ. CPM ഉപയോഗിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. അവരിപ്പോൾ എല്ലാം അങ്ങനെയാണ്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, അപ്പൊ അവര് കഴിഞ്ഞ 3 മാസമായി കൊണ്ടുവന്ന ഓരോ സാധനവും എത്ര പെട്ടെന്ന് പൊട്ടി എന്ന് നമുക്ക് ആലോചിക്കാം. ഓരോന്നായിട്ട് പൊട്ടിപ്പോയി. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏത് പാർട്ടിക്കാരനായാലും, കോൺഗ്രസോ CPM-ഓ BJP-യോ ആരായാലും, അവർ പിടിക്കപ്പെടുക തന്നെ വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, യൂത്ത് കോൺഗ്രസിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗത്വമുള്ള യൂത്ത് കോൺഗ്രസ് ഒരു നേതാവായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനിന്റെ വോളണ്ടിയർ ആയിട്ട് നിന്ന മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ള, പ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ള മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ അടക്കം പറയുന്നത്, MV ഗോവിന്ദൻ പോലും പറഞ്ഞത്, ആദ്യം ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കകത്താണ്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അറസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വലിയ രീതിയിലുള്ള വാദങ്ങൾ പറയുന്നുണ്ട്. മുൻ MLA-യുടെ മകന്റെ കയ്യിൽ നിന്നും ഇതേപോലെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വോളണ്ടിയർ, ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതിയുടെ വോളണ്ടിയർ ആയിട്ടൊക്കെ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സർക്കാർ നോക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത്തേത്, ഇത്രത്തോളം സൈബർ അറ്റാക്കിലേക്കും വിവാദത്തിലേക്കും ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? കാര്യം സർക്കാരിന് ഇതൊരു പൊൻതൂവലല്ലേ. കാര്യം സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾ തെറ്റ് ചെയ്തപ്പോൾ പോലും അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം കാണിച്ചില്ലേ? ഇത് കോൺഗ്രസിനും സർക്കാരിനും അനുകൂലമായിട്ടല്ലേ വരൂ? ഒന്നാമത്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സാധാരണ മനുഷ്യരുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ. കാരണം അത്രയധികം മയക്കുമരുന്ന് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇത്രയധികം ആളുകളെ പിടിക്കുമ്പോൾ ഇവരൊക്കെ മയക്കുമരുന്ന് വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണല്ലോ. ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയത് കഴിഞ്ഞ 10 വർഷം നടത്തിയിരുന്നു എന്നുള്ള ഓർമ്മയുണ്ടോ? അല്ലാണ്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം വ്യാപാരം തുടങ്ങിയവരല്ലല്ലോ ഇവരാരും അല്ല. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ കേരളത്തിൽ വ്യാപിച്ചിരുന്ന ഒരു മഹാവിപത്തിന് ഒരു ശതമാനമെങ്കിലും, ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല. വലിയ വലിയ ആളുകൾ ഇനിയും പിടിക്കേണ്ടതുണ്ട്, മുമ്പോട്ട് പോകേണ്ടതുണ്ട്. എങ്കിലും 1% കുറവുണ്ടായി എന്ന് MV ഗോവിന്ദന് പോലും സമ്മതിക്കേണ്ടി വരുമല്ലോ. അതാണ് ആദ്യത്തെ ചോദ്യം. അതൊരു നല്ല പരിപാടിയാണ് എന്ന് ഇപ്പൊ CPM-കാർക്ക് പോലും നിഷേധിക്കാൻ പറ്റില്ല. ഓക്കെ, കോൺഗ്രസ്സുകാരൻ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ പിടിക്കണം, CPM-കാരുണ്ടെങ്കിൽ CPM-കാരെ പിടിക്കണം. മുമ്പൊരു MLA പിടിച്ചിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് ഇയാൾ എന്ന് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ. പ്രത്യേകിച്ചും അദ്ദേഹം പെരുമ്പാവൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ വെങ്ങോലയിൽ മുഹമ്മദ് ഹുസൈന്റെ വീട്ടിൽ പോയി. ആ സംസാരമാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ആണ്, ഇപ്പൊ പുറത്താക്കി എന്ന് പറയും. ആയിരുന്നു. അയാൾക്ക് മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ട് എന്ന് തന്നെ വെക്കുക. ഇപ്പൊ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ കാണുന്ന ആളുകൾ അവർ മയക്കുമരുന്നുകാരല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം എന്താ? എൻ്റെ കൂടെയുള്ള ആളാണെങ്കിലും എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളാണെങ്കിലും അയാൾ മയക്കുമരുന്നുകാരാണ്, അയാളെ പിടിക്കണം എന്നാണ്. അതാപ്പ ചെയ്തത്, അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ കണക്കെടുക്കുക. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ആളുകൾക്കെതിരെ എത്ര കേസുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എത്ര കാലം ജയിലിൽ കിടന്നു? ഇപ്പോ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജയിലില്ല. ED-യുടെ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ തോതിലുള്ള മാഫിയ പ്രവർത്തിച്ചിരുന്നു എന്ന് കേരളീയ സമൂഹത്തിന് മുഴുവൻ ബോധ്യമായതാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ജോലി ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഇപ്പൊ VD സതീശനെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. VD സതീശനെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ട ഇപ്പൊ ഈ അർജുനായെങ്കിൽ പിണറായി വിജയനെ പുകഴ്ത്തി എത്ര പോസ്റ്റ് ഇട്ടുണ്ട്? എനിക്കെതിരെ അർജുനായെങ്കിലും തില്ലങ്കേരിയും ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ആളുകൾ പിണറായി വിമർശിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞത്, അപ്പോ അർജുനായെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അർജുനായെങ്കിൽ പിടിച്ചില്ലല്ലോ പിണറായിയുടെ കാലത്ത്, ഇപ്പോഴല്ലേ പിടിച്ചേ. യൂത്ത് കോൺഗ്രസ്സുകാരൻ മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനെ പിണറായിക്ക് പിടിക്കായിരുന്നല്ലോ. MLA-യുടെ മകനെതിരെ ആരോപണം വന്നപ്പോൾ എന്തൊരു ബഹളായിരുന്നു ഇവിടെ. ആ MLA അങ്ങനെയല്ല അവനോട് വഴിക്ക് നിൽക്കായിരുന്നു. ഇവിടെ അപ്പൊ അതൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ മാത്രമല്ല, മയക്കുമരുന്ന് ഒരു രഹസ്യ വ്യാപാരമാണ്. അതിൽ വലിയ റാക്കറ്റ് ഉണ്ട്.
അപ്പോൾ CPM-ലുള്ള എത്ര പേരെ പിടിച്ചിട്ടുണ്ട്? CPM ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള പലരെയും DYFI നേതാക്കളെയൊക്കെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പിണറായി വിജയനാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പിടിച്ചില്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഉത്തരവാദിത്വ പ്രശ്നം. അവർ ഉണ്ടായിരുന്നു പിടിച്ചില്ല, പക്ഷെ ഇപ്പൊ പിടിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് അല്ല, ഇനി സതീശന്റെ മന്ത്രിസഭയിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിലും പിടിക്കണം. അതാണ് രാഷ്ട്രീയം. ഇപ്പൊ എന്റെ പാർട്ടിയിൽപ്പെട്ട ആരും മറ്റേ മയക്കുമരുന്നുമായിട്ടില്ല, മദ്യമായിട്ടില്ല എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ കാരണം ഇന്നലെ മറ്റേ മന്ത്രി OJ ജനീഷ് പറഞ്ഞ മാതിരി 15,000-ലധികം ആളുകളുണ്ട് ഞങ്ങളുടെ ഈ പറഞ്ഞ മാതിരി പ്രാദേശിക അടക്കം നേതാക്കളുണ്ട്. 15,000-ലധികം നേതാക്കളിൽ എന്തായാലും കുറച്ച് പേരുണ്ടാവും. കേരളത്തിലെ ജനസംഖ്യയിൽ യുവാക്കളിൽ ഒരു ചെറിയ പങ്ക് ഇതിലുണ്ട്. 1% 1%. അപ്പൊ 15,000-ൽ 1% ഉണ്ടാവും. പക്ഷേ ഇതിനെ CPM ഉപയോഗിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. അവരിപ്പോൾ എല്ലാം അങ്ങനെയാണ്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, അപ്പൊ അവര് കഴിഞ്ഞ 3 മാസമായി കൊണ്ടുവന്ന ഓരോ സാധനവും എത്ര പെട്ടെന്ന് പൊട്ടി എന്ന് നമുക്ക് ആലോചിക്കാം. ഓരോന്നായിട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു റേഷൻ അരിയുടെ വില കൂട്ടി എന്ന് പറഞ്ഞൊരു വാർത്ത. ദേശാഭിമാനി വലിയ അർത്ഥത്തിൽ CPM ഹാൻഡിലുകൾ. അവസാനം വന്നപ്പോൾ റേഷൻ അരിയുടെ വില കൂട്ടിയിട്ടില്ല. മന്ത്രി വിശദീകരിച്ചു, റേഷൻ അരിയുടെ വിലയിൽ യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല. എന്തിനാ കൂട്ടി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാ ആരാ പറഞ്ഞെന്നറിയില്ല. അതുപോലെ നിരവധി വാർത്തകൾ. ആ വാർത്തകളൊക്കെ ഒരു സതീശന്റെ പത്രസമ്മേളനം കഴിയുമ്പോൾ തീരുന്ന വാർത്തയായി മാറുന്നു എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു. ഇവർക്കൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മാത്രമല്ല വാട്ടർ അബൌട്ടറി എന്ന് പറയും. കാരണം ഇവരുടെ കാലത്ത് എന്താ ചെയ്തതെന്ന് തിരിച്ചു ചോദിച്ചാൽ അതോടുകൂടി ഇവർക്ക് മറുപടിയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആരായാലും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏത് പാർട്ടിക്കാരനായാലും, കോൺഗ്രസോ CPM-ഓ BJP-യോ ആരായാലും, അവർ പിടിക്കപ്പെടുക തന്നെ വേണം. അത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ, കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പിടിച്ചില്ല എന്നാണെങ്കിൽ ആ പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഇദ്ദേഹം KPCC സെക്രട്ടറി ഒന്നും അല്ലല്ലോ, സാധാ കോൺഗ്രസ് പ്രവർത്തകനല്ലേ. സാധാ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ചിലപ്പോൾ എൻ്റെ നാട്ടിൽ വന്നാൽ, ഞാൻ കോൺഗ്രസ് ഒന്നും, എൻ്റെ നാട്ടിൽ മുഖ്യമന്ത്രി വന്നാൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരും. ഞങ്ങളത്ര പരിചയമുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഞാൻ നാളെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വി സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ എതിർത്തിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ ഞാൻ മയക്കുമരുന്ന് കച്ചവടം നടത്തിയ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാൻ പറ്റും? പിന്നെ മുഖ്യമന്ത്രിയുടെ ഏത് സോഷ്യൽ മീഡിയ അയാൾ കൺട്രോൾ ചെയ്തതെന്ന് ഇന്നലെ ജനീഷ് ചോദിച്ചിട്ടുണ്ട്. ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇയാൾ പോസ്റ്റ് ഇട്ടുണ്ടോ? അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പല വ്യക്തികളോടും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടിടും, പിണറായി വിജയന് അനുകൂലമായിട്ടിടും, എതിരായിട്ടിടും, ഇതൊക്കെ ഇടും. അങ്ങനെ ഇടുന്നതല്ല ഒരാളുടെ ഉത്തരവാദിത്വം. മാത്രമല്ല കണ്ടെത്തിയ അയാളെ പുറത്താക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം. ഇത് ഞാൻ ഓർക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ കിട്ടിയത് കോൺഗ്രസിനും UDF-നും അല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മറ്റേ അസംബ്ലി തെരഞ്ഞെടുപ്പിലും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് തിരിച്ചടിക്കാനാണ് പോണത്. ഇനി നാളെ പിടിക്കപ്പെടുന്ന ആളുകൾ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി, DYFIയുടെ ബ്രാഞ്ച് ഇതിന്റെ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ വരാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ എന്തായാലും കേരളത്തിലെ യുവാക്കളിൽ കൂടുതൽ DYFIക്കാരാണ്. അപ്പോൾ കേരളത്തിലെ യുവാക്കളിൽ കൂടുതൽ മയക്കുമരുന്ന് ഉണ്ടാവാനും DYFIക്കാർ സാധ്യതയുണ്ട്. കാരണം DYFIക്കാർ മയക്കുമരുന്നിനെതിരാണെന്നൊക്കെ പറയും. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഇയാൾ വളണ്ടിയറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഇയാൾ ആത്മാർത്ഥമില്ലാത്തൊരു മനുഷ്യനാണ്, അതുകൊണ്ട് അയാൾ വളണ്ടിയറായി. അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ ചില കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്ന് പറയുന്ന ആളുകളില്ലേ, യഥാർത്ഥ പ്രതിയായിരിക്കും ഇതിന് മുമ്പിൽ നിന്ന് കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതൊക്കെ ഉണ്ടാവും. ഞാൻ അതിനൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കൃത്യമായ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ, പിടിക്കപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് അത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരിക്കലും ഡിസഡ്വാൻറ്റേജ് അല്ല. നാളെ അതുകൊണ്ടാണ് പറഞ്ഞ് നാളെ ഇനി DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയെ പിടിച്ചാൽ അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിയെ പിടിച്ചാൽ അത് കുറ്റം ഇതാണ് എന്ന് പറയും. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചെയ്യുന്നത് എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇത് ഒരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഇവർ ഇങ്ങനെ കുറച്ച് ദിവസം പറയും, അത് കഴിഞ്ഞാൽ അത് തീരും.